ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2006 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വെൻ എ സ്ട്രേഞ്ചർ കോൾസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ മൂവി പലരും കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ ഈ മൂവി ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ സീറ്റ് എഡ്ജിൽ പിടിച്ചെടുത്തുന്ന ഒരു മൂവി എന്ന് പറയുമല്ലോ, അതുപോലുള്ളൊരു മൂവിയാണിത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ആയിട്ടും രേഖപ്പെടുത്തുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ഭയങ്കരമായിട്ടും ആഘോഷം നടക്കുന്ന ഒരു വലിയ സ്ഥലം, അതിനടുത്തായിട്ട് തന്നെ ഒരു വീടുണ്ട്. ആ വീടിനകത്ത് ഒരു പെണ്ണ്, അവൾക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നു. തുടർച്ചയായിട്ട് ഈ ഫോൺ കോൾ വരുമ്പോൾ ആ പെണ്ണ് എടുത്തു വെച്ചിട്ട്, അല്ല നിങ്ങൾ ആരാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നേ, ഇത്രയും കാര്യങ്ങൾ ഈ പെണ്ണ് ചോദിക്കുമ്പോൾ വിളിക്കുന്ന ആ ഒരാൾ മറുപടി ഒന്നും പറയുന്നില്ല. സത്യത്തിൽ ഈ ഒരു സീൻ നമുക്ക് എന്നാലും കാണിച്ചു തരുന്നില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു പെണ്ണ് നിൽക്കുന്ന വീടുണ്ടല്ലോ, അതിനകത്ത് നിന്നും ആ പെണ്ണ് അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അടുത്താണെങ്കിൽ ഈ വലിയ ആഘോഷം നടക്കുന്നത് കൊണ്ട് തന്നെ അവൾ കരയുന്ന ശബ്ദം വലുതായിട്ട് പുറത്തേക്ക് പോകുന്നില്ല, വേറെ ആരും അത് കേൾക്കുന്നില്ല. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് ആ പെണ്ണ് കരയുന്ന ശബ്ദവും നിൽക്കുന്നു. അതേപോലെ തന്നെ ആ വീടിന്റെ ജനാല ഭാഗത്ത് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ അടുത്ത ദിവസം ഇപ്പൊ ഈ കൊലപാതകം നടന്ന ആ വീടുണ്ടല്ലോ, അവിടേക്ക് പോലീസ് വരാണ്. അങ്ങനെ പോലീസുകാരെല്ലാം നേരെ വീടിനകത്തേക്ക് കയറിയിട്ട് മെയിൻ ഓഫീസർ റൂമിനടുത്തേക്ക് വരും. എന്നിട്ട് റൂം തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് അയാൾ കണ്ട ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് അയാളുടെ മുഖം നല്ലതുപോലെ മാറുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പൊ അതിനകത്ത് നടന്നത് എന്താണെന്നറിയോ, ക്യാരി ബാഗിലെ ആ പെണ്ണിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലാണ് ആ കൊലയാളി അവളെ കൊന്നിട്ടുള്ളത്. അപ്പൊ തന്നെ ആ പെണ്ണിനെ എങ്ങനെയാണ് കൊന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ജോ ആണ്. അവള് റണ്ണിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോ ഓടുന്ന സമയത്ത് ആ കോച്ച് അവളോട് പറയുന്നുണ്ട്, നിന്റെ ഫുൾ സ്ട്രെങ്ത് ഒരിക്കലും ഇതല്ല, നീ ഇപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നില്ല, നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ നിനക്ക് ഓടാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് റീസൺ എന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അതിന്റെ താഴെയായിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ബോബി ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ജോ ബോബിയോട് മിണ്ടത്തില്ല. കാരണം അവളുടെ സുഹൃത്തായിട്ടുള്ള ടിഫിൻ എന്ന് പറഞ്ഞൊരു പെണ്ണ്, അതേപോലെ തന്നെ ബോബി, ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടിട്ട് അവളെ ചതിച്ചതാണെന്ന് പറഞ്ഞ് ബോബിയോട് ജോ ഇപ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ ബോബി അവളുടെ പുറകെ വന്നിട്ട് പറയുന്നുണ്ട്, ഏയ് ഞാനായിട്ടല്ല, അവളായിട്ട് വന്നാണ് ഇങ്ങോട്ട് കിസ് ചെയ്തത്, പിന്നെ എന്തായാലും നടന്നത് നടന്നു, അതെല്ലാം മറന്നിട്ട് നിനക്ക് എന്നോട് മിണ്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ജോ പറയും, ഓ അവള് നിന്നോട് വന്നിട്ട് തെറ്റായിട്ട് പെരുമാറിയില്ലേ, ആ സമയത്ത് നീ പ്രതികരിക്കാതെ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവന് നല്ല രീതിയിലുള്ള മറുപടിയും കൊടുത്ത് ജോ അവിടെ നിന്ന് നടന്നു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോ നേരെ കാണാൻ പോകുന്നത് തന്റെ സുഹൃത്തായിട്ടുള്ള സ്കാർലറ്റിനെയാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് സ്കാർലറ്റിനോട് സംസാരിക്കുമ്പോൾ സ്കാർലറ്റ് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ആ ഒരു പാർട്ടിക്ക് നീ എപ്പോഴാണ് വരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ജോ പറയുന്നത്, അയ്യോ ഞാൻ എന്തായാലും ആ ഒരു പാർട്ടിക്കില്ല, കാരണം ഇന്ന് രാത്രി ഒരു വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് ബേബി സിറ്റിംഗ് ചെയ്യാനുണ്ട്, അവിടെ എന്തായാലും എനിക്ക് പോയേ മതിയാവൂ, അതുകൊണ്ട് ഞാൻ പാർട്ടിയിലേക്ക് വരുന്നില്ല എന്ന് പറയും. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഹോം നേഴ്സിംഗ്, അതേപോലെ തന്നെ ബേബി സിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുപോലൊരു കാര്യമാണ് നമ്മുടെ ജോ ഇപ്പോൾ ചെയ്യുന്നത്. പഠിക്കുന്നതിനോടൊപ്പം കുറച്ച് പണം കിട്ടാൻ വേണ്ടി അവളൊരു ബേബി സിറ്ററായിട്ട് പോവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ ടിഫിൻ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവളെ ചതിച്ച നമ്മുടെ ജോയ്ക്കാണെങ്കിൽ ഇവളെ കണ്ടിട്ട് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ സ്കാർലറ്റ് ആണ് അവളെ സമാധാനപ്പെടുത്തി രണ്ടുപേരോടും മിണ്ടാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ജോ ഒരിക്കലും അത് ചെയ്യത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോയെ അവളുടെ അച്ഛൻ അവൾ ബേബി സിറ്റിങ്ങിനായിട്ട് ഇരിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, അവിടേക്ക് കൊണ്ടാക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ജോ ബേബി സിറ്റിംഗ് ചെയ്യാനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അവള് അവളുടെ ബോയ് ഫ്രണ്ടായിട്ടും അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ടുമായിട്ടും ഫോണിൽ സംസാരിച്ച് ഫോൺ ബില്ല് ഒരുപാട് കൂടുതലായി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ എന്തായാലും പണം വേണം. അതുകൊണ്ട് കൂടിയാണ് അവൾ ഈ ബേബി സിറ്റിങ്ങിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ദേ നീ ഒരു മാസമായിട്ട് വെറുതെ ഫോൺ സംസാരിച്ച് ഫോൺ ബില്ല് ഒരുപാട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള ഒരു മാസത്തേക്ക് നിനക്ക് ഫോൺ തരാൻ പോകുന്നില്ല, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതൊന്നും നിനക്ക് തരാൻ പോകുന്നില്ല, നിനക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ചെയ്ത് അതിൽ നിന്നും പണം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഇവള് ബേബി സിറ്റിങ്ങിനായിട്ട് പോകുന്ന ആ ഒരു വീടുണ്ടല്ലോ, അത് സിറ്റിയിൽ നിന്നും കുറേ ദൂരം അകലെയായിട്ടുള്ള ഒരു വീടാണ്. അങ്ങനെ പോകുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, തിരിച്ചു വരുമ്പോഴത്തേക്ക് നീ എന്തായാലും ഒറ്റയ്ക്ക് വരാനായിട്ട് നിൽക്കണ്ട, ഇത്രയും ദൂരം നിനക്ക് എന്തായാലും ഒറ്റയ്ക്ക് വരാൻ കഴിയത്തില്ല, എൻ്റെ ഡോക്ടേഴ്സ് നിന്നെ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവരും, കാരണം ഇത്രയും ദൂരത്ത് നിന്ന് നീ ഒറ്റയ്ക്ക് വരുന്നത് സേഫ് അല്ല എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വണ്ടിയെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് വന്നിട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇത്രയും ദൂരം രാത്രിയില്ലേ, നീ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേട്ട ജോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ ഒരുമാതിരിയാവും. അങ്ങനെ അവസാനം ഇവർ ആ ഒരു വീടിന്റെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ വീടിന് വെളിയിൽ വരുന്നതും ജോയുടെ അച്ഛൻ, ഓക്കെ നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ജോലി വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അത് നല്ലതുപോലെ തന്നെ ചെയ്യ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിടുന്നു. അങ്ങനെ ജോ നേരെ ആ വീടിനടുത്തേക്ക് ചെന്ന് ബെല്ലടിക്കുമ്പോഴത്തേക്കും ആ വീട്ടിലെ ഭർത്താവ് ഇറങ്ങി വന്ന്
ഡോർ തുറന്ന് അവളെ നേരെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും എവിടേക്കോ പോകാനായിട്ട് റെഡി ആവുകയാണ്. അതുമല്ല അത്രയും വലിയൊരു വീടാണ്, അവൾക്കത് ചുറ്റി കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു വീടിനകത്ത് തന്നെ ഒരു കോട്ടയാടുണ്ട്, അവിടെ വലിയൊരു കുളം, അതേപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതിൽ ലവ് ബേർഡ്സ് ഉണ്ട്, ചെറിയൊരു കാടെന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ഒരുക്കി വെച്ചേക്കാണ്. അതേപോലെ തന്നെ ഒരു കറുത്ത പൂച്ചയും. അങ്ങനെ ആ വീട്ടിലെ ലേഡി ഉണ്ടല്ലോ, അവര് ജോയിനെ ഒരു ഫ്രിഡ്ജിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ദേ ഈ ഫ്രിഡ്ജിന് മുകളിൽ എല്ലാവരുടെയും കോൺടാക്ട് നമ്പറുകളുണ്ട്, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതിൽ വിളിച്ചാൽ മതി. കൂടാതെ ഈ ഫ്രിഡ്ജിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ഞങ്ങൾ പോയിട്ട് വരുന്നത് വരെ ഇത് നിന്റെ സ്വന്തം വീട് പോലെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരമായിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അത് കാണിച്ചിട്ടാണ് പറയുന്നത് ദേ അതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. പിന്നെ അവിടെ എൻ്റെ ഭർത്താവിൻ്റെ മകൻ വന്ന് താമസിക്കും, എന്ന് വെച്ചാൽ അവളുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലെ മകൻ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് വരുമ്പോൾ അപ്പോഴാണ് ജോ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പക്ഷെ ഞാൻ നോക്കേണ്ട കുട്ടികൾ അവരെവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും മുകളിലത്തെ റൂമിൽ ഉറങ്ങിക്കിടക്കുകയാണ്, വളരെ പാടുപെട്ടാണ് അവർ ഉറക്കി കിടത്തിയത്, അവർ എഴുന്നേറ്റ് വരുമ്പോൾ മാത്രം നീ അവരെ നോക്കിയാൽ മതി. അതേപോലെ തന്നെ അതെ ഇവിടെയാണ് സെക്യൂരിറ്റി അലാറം, ഇതിന്റെ നമ്പർ ഞങ്ങൾ എന്തായാലും ഇവിടെ എഴുതി വെച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു പാസ്വേഡ് വെച്ച് അലാറം ഉണ്ടല്ലോ ആ അലാറം സിസ്റ്റം ഓണാക്കി വെച്ചിട്ടാണ് അവർ രണ്ടുപേരും പോകുന്നത്. അങ്ങനെ അവർ പോയതിനു ശേഷം ജോ അവിടെ ഇങ്ങനെ കിടന്നിട്ട് എന്ത് വലിയ വീടാണ് എന്നെല്ലാം പറഞ്ഞ്, അതേപോലെ തന്നെ ടേബിളിൽ ഒരുപാട് റിമോട്ടുകളുണ്ട്. ഈ സ്മാർട്ട് ഹോം ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ റിമോട്ടുകളുള്ളത്. അപ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. അതേപോലെ തന്നെ അവള് ടിവിയും സ്പീക്കറെല്ലാം ഓൺ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ കുട്ടികൾ ഉണർന്നാലോ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ അത് ഓഫാക്കും. അതേപോലെ തന്നെ ഈ മോഷൻ സെൻസർ ലൈറ്റുകളാണ്, ഓരോ റൂമിലേക്ക് നടന്നു പോകുമ്പോഴും അവിടെ സ്വിച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ആള് വരുന്നെന്ന് അറിയുമ്പോൾ തന്നെ ആ ലൈറ്റ് അങ്ങ് ഓൺ ആയിക്കോളും. അപ്പോൾ ഇതെല്ലാം കണ്ട് അവൾക്ക് തന്നെ അത്ഭുതമായിട്ട് അവൾ അത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അകത്തേക്ക് പോവും, ലൈറ്റ് കത്തും, പുറത്തേക്ക് വരും, ലൈറ്റ് അണയും, അതുപോലെയല്ല. അത് കഴിഞ്ഞിട്ട് ആ ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ അവരുടെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള കബോർഡെല്ലാം തുറന്നു നോക്കുന്നു. അപ്പോഴാണ് അതിനകത്ത് അത്രയും വില കൂടിയ ആഭരണങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം ജീവിതത്തിൽ ഒരു തവണയെ കാണാൻ കഴിയുള്ളൂ, എടുത്തിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് അവൾ കയ്യിലെടുത്ത് ഇടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഇട്ട് നോക്കിയിട്ട് അത് കഴിഞ്ഞ് അടുത്തൊരു റൂമുണ്ട്, അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും ആ റൂം എന്തിനാണെന്നറിയോ, അയാളുടെ ഭാര്യയുടെ ഡ്രസ്സെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു റൂം തന്നെയുള്ളത്. അങ്ങനെ ഇതെല്ലാം കണ്ട് ജോ കുറച്ചുകൂടി അത്ഭുതപ്പെട്ടിട്ട് അതിൽ നിന്നൊരു ഡ്രസ്സും എടുത്ത് നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് അത് ഇടാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പുറത്തൂടെ ആരോ നടക്കുന്നൊരു ശബ്ദം കേൾക്കുന്നു. അയ്യോ പെട്ടുപോയെന്നും പറഞ്ഞ് പെട്ടെന്ന് അവൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഓർണമെന്റ്സ് അതേപോലെ തന്നെ ഡ്രസ്സ് ഇതെല്ലാം ഊരി പഴയതുപോലെ തന്നെ എല്ലാം ഊരി ഒരിടത്തേക്ക് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ തിരിച്ച് നേരെ സോഫയിലേക്ക് വന്ന ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വീടിനകത്ത് ആരും നടക്കുന്ന ശബ്ദം പിന്നെ കേൾക്കുന്നുണ്ട്. ചേട്ടാ ഇതാരാന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഗാർഡൻ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന റോസ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, ആ ലേഡിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഹായും പറഞ്ഞ് അവൾ വീണ്ടും ആ സോഫയിലേക്ക് പോയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ ആ ഒരു ഫോണിൽ ആരോ വിളിക്കുന്നു. പെട്ടെന്ന് ജോ ചെന്നിട്ട് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് ഹലോ ഹലോ ഇതാരാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മറുവശത്ത് നിന്ന് സംസാരിക്കുന്ന ആള് ഒന്നും മിണ്ടുന്നില്ല, പകരം അയാൾ ശ്വാസം എടുക്കുന്ന ആ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവളത് വലിയ കാര്യമാക്കാതെ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും അവിടെ ചെന്നിരിക്കുമ്പോൾ അടുത്തുള്ള റൂമിൽ നിന്നും പിന്നെയും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു വീടായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല പേടിയായിട്ട് പതിയെ നടന്ന് ആ റൂമിനടുത്തേക്ക് ചെന്ന് ഡോർ തുറക്കുന്നത് പെട്ടെന്ന് ആ ഒരു പൂച്ചയുണ്ടല്ലോ കറുത്ത, അതായിരുന്നു ഇതിനകത്തിട്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അപ്പോഴാണ് അവൾക്ക് കുറച്ച് ആശ്വാസമാവുന്നത്. അത് കഴിഞ്ഞിട്ട് ജോ നേരെ തിരിച്ച് ആ സോഫയിലേക്ക് വന്നിരുന്ന് അവളുടെ സുഹൃത്തായിട്ടുള്ള സ്കാർലറ്റ് ഉണ്ടല്ലോ അവളെ വിളിക്കും. അവളെ വിളിച്ചിട്ട് ഈ വീടിനെ പറ്റിയല്ല ഇങ്ങനെ പറയണം, ഇതുപോലെ എന്ത് വലിയ വീടാണെന്നറിയോ, ഇതിന്റെ ബാത്റൂം തന്നെ എൻ്റെ ഒരു റൂമിന്റെ സൈസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ബോബിയെ പറ്റിയും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവനോട് മിണ്ടാൻ പോകുന്നില്ല എന്ന് ബോബിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അങ്ങനെ ഫോൺ വെച്ചിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വീടിനകത്ത് ദേ ഇതുപോലെ ശബ്ദം കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സെക്യൂരിറ്റി അലാറം അത് അടിക്കുകയാണ്, അതിൽ നിന്ന് നല്ല ശബ്ദവും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്നവൾ ആ ഒരു പാസ്വേഡ് ഇട്ട് അത് ഓഫാക്കുന്നതും അവിടുത്തെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ ഈ ഒരു സെക്യൂരിറ്റി അലാറം സർവീസ് ടീം ഉണ്ടല്ലോ അവരാണ് വിളിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിന്നും സെക്യൂരിറ്റി അലാറം അടിച്ചിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ ജോ പറയും ഇതുപോലെ പ്രശ്നമൊന്നുമില്ല, പിന്നെ എൻ്റെ പേര് ജോ എന്നാണ്, ഞാൻ ഈ വീട്ടിൽ ബേബി സിറ്റിങ്ങിനായിട്ട് വന്നിരിക്കുന്നതാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ അവർ പറയും ശരി ഞങ്ങൾ ഓണറെ വിളിച്ചിട്ട് കൺഫേം ചെയ്ത് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു വൈഫ് ഉണ്ടല്ലോ അവർ ജോയെ വിളിച്ചിട്ട് ഇതുപോലെ സെക്യൂരിറ്റി ടീം എന്നെ വിളിച്ചിരുന്നു, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും ഇതാ ഒരു റോസ് കാരണമായിരിക്കും, അവൾക്ക് എത്ര തവണ ഞാൻ സെക്യൂരിറ്റി പാസ്വേഡ് പറഞ്ഞു കൊടുത്തതെന്നറിയോ, അവളായിരിക്കും തെറ്റിച്ചത്. ശരി വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെങ്ങനെയാ ഉറങ്ങുവാണോ എന്ന് ചോദിക്കുമ്പോൾ ജോ പറയും അതെ അവർ ഉറങ്ങുകയാണ്, എന്തോ എഴുന്നേൽപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ട വേണ്ട അവരായിട്ട് തന്നെ എഴുന്നേറ്റോളും, അതുവരെ നീ എന്തായാലും അവരെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് കിളികൾക്കെല്ലാം ഫുഡ് കൊടുക്കുന്ന ആ ജോലിക്കാരി ഉണ്ടല്ലോ റോസ്, അവൾ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. അവളെവിടെ പോയെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ കണ്ണാടിയിലൂടെ വെള്ളം ഇങ്ങനെ അടിക്കുന്നു. ജോ ഒരു നിമിഷം അങ്ങ് പേടിച്ചു പോകും.
സത്യത്തിൽ ഇത് ഈ ചെടികൾക്കെല്ലാം വെള്ളം നനയ്ക്കാൻ വേണ്ടി അതുപോലെ ടൈം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ആ സമയത്തല്ലേ ഈ വെള്ളം ഇങ്ങനെ അടിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ആ ഫോൺ റിങ് ചെയ്യുന്നു. ജോ വന്നിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ നേരത്തെ പോലെ തന്നെയാണ്, ഒരാൾ മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ്. ജോ എത്ര ചോദിച്ചിട്ട് അയാൾ മറുപടിയൊന്നും പറയുന്നില്ല. അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ആ സോഫയിലിരിക്കുമ്പോൾ വീണ്ടും കോൾ വരുന്നു. അവളെടുത്ത് വെച്ചിട്ട് ഹലോ ഹലോ എന്ന് വിളിക്കുമ്പോഴത്തേക്കും അതേത് റോങ് കോൾ ആണെന്ന് തോന്നുന്നു. അയാളാണെങ്കിൽ ജോയെ നല്ലതുപോലെ തെറി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട ജോ വിചാരിക്കും ഒരുപക്ഷെ ബോബി ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്, തന്നോടുള്ള ആ ഒരു ദേഷ്യം കാരണം. അതുകൊണ്ട് തന്നെ ജോ തിരിച്ച് അവനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വീടിനകത്ത് വീണ്ടും ഈ വിചിത്രമായിട്ടുള്ള എന്തോ ഒരു ശബ്ദം അവൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ജോ അവിടെ നിന്ന് നടന്ന് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അത് കിച്ചൺ ഭാഗമാണ്. അവിടേക്ക് ചെന്നിട്ട് നല്ല കമ്പിയുണ്ട്, ഈ മീറ്റെല്ലാം കുത്തിയെടുക്കുന്ന ഒരു കമ്പിയാണത്. അതും എടുത്ത് കയ്യിൽ വെച്ച് ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് കട്ടികളുണ്ടല്ലോ അത് താഴേക്ക് വീഴുന്ന ശബ്ദമായിരുന്നു അത്. അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീഴുന്നത്. ഓക്കെ, ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു ഐസും എടുത്ത് അത് തിന്നുകൊണ്ട് ഇങ്ങനെ വരുന്നതും വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്, നേരത്തെ ഒരാൾ മിണ്ടാതെ നിന്നല്ലോ, ആ ഒരാൾ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. സത്യം പറയാലോ, ഇവൻ എന്തിന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ഫോൺ വിളിച്ചിട്ട് മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്ക് ഈ സൈക്കോയ്ക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്. അപ്പോഴാണ് പുറകിൽ നിന്നും ഹലോ എന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ടിഫിനിയാണ്. അവളിപ്പോൾ ജോയെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ജോ ചോദിക്കും, അല്ല സെക്യൂരിറ്റി അലാറം എല്ലാം ഓൺ ചെയ്ത് വെച്ചേക്കല്ലേ, പിന്നെ എങ്ങനെ നീ വീടിനകത്തേക്ക് കയറിയത് ചോദിക്കുമ്പോൾ ഈ കാർ ഷെഡ് ഓപ്പൺ ആയിരുന്നു, അതുവഴിയാണ് ഉള്ളിലേക്ക് കയറിയെന്ന് അവള് പറയും. അങ്ങനെ ഇത് കേൾക്കുന്നത് ജോ പെട്ടെന്ന് ആ ഒരു കാർ ഷെഡിന്റെ അടുത്തേക്ക് ചെന്ന് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. കാരണം ഇത് ഇത്രയും നേരം തുറന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടാവോ അറിയത്തില്ല. എന്നിരുന്നാലും അവൾ ആ ഒരു കാർ ഷെഡ് അത് വീണ്ടും അങ്ങ് അടച്ചിടും. അതുപോലെ ആ ഒരു സെക്യൂരിറ്റി കോഡെല്ലാം അടിച്ചു വെച്ചിട്ട് അവൾ തിരിച്ചകത്തേക്ക് കയറി വന്ന് ജോ ഇപ്പോൾ ടിഫിനിയോട് ചോദിക്കും, അല്ല നീ എന്താ ഇവിടേക്ക് വന്നേ, അതും എന്നെ അന്വേഷിച്ച് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ടിഫിനി പറയുന്നത്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നോട് നീ മിണ്ടില്ലാന്നുണ്ടെങ്കിൽ നിന്നെ അന്വേഷിച്ച് ഞാൻ എന്തായാലും വരും. പിന്നെ അന്ന് ബോബിയോട് നടന്ന ആ ഒരു കാര്യം അത് സത്യത്തിൽ ഞാൻ കുടിച്ച് എൻ്റെ ബോധമില്ലാതെ ഞാൻ ചെയ്തൊരു കാര്യമാണ്, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അവൾ നേരെ അവിടെയുള്ളൊരു മദ്യമുണ്ട് അതെടുത്ത് വെച്ചിട്ട് നമുക്കിത് കുടിക്കാമെന്ന് ചോദിക്കുമ്പോൾ ജോ പറയും, അതെ ഞാനിവിടെ കുടിക്കാമെന്നതല്ല, ബേബി സിറ്റിങ്ങിന് വന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞിട്ട് അവളെ നേരെ വീണ്ടും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നമെല്ലാം ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഇവിടെ ടിഫിനിയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ കാറിനടുത്തേക്ക് നടന്നു പോകുന്ന സമയത്ത് ആരോ ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നത് പോലെ ആ പേടിയിൽ അവൾ പെട്ടെന്ന് കാറിനടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലുള്ള കീ ആണെങ്കിലോ ആ പേടിയിൽ നേരെ താഴേക്ക് വന്ന് വീഴും. അതെങ്ങനെയും കുനിഞ്ഞിരുന്ന ആ ഒരു കാറിനകത്ത് നിന്ന് കയ്യെത്തിയെടുത്ത് ഒരു വിധത്തിൽ കാറിന്റെ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറിയിരിക്കും. ഓ ആശ്വാസമെന്നും പറഞ്ഞ് പതിയെ കാറ് റിവേഴ്സ് എടുത്ത് പോകാനായിട്ട് വരുമ്പോൾ ആ ഗേറ്റിനടുത്തായിട്ട് മരത്തിന്റെ ചെല്ലുണ്ടല്ലോ അത് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ എന്തായാലും പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് കാർ അവിടെ നിർത്തി അവൾ വീണ്ടും കാറിന്റെ വെളിയിലേക്ക് ഇറങ്ങി ആ മരച്ചില്ല എടുത്ത് മാറ്റാൻ വേണ്ടി അവിടേക്ക് ചെന്നിരിക്കുന്നതും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ആരും വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. അപ്പോഴാണ് അകത്ത് നമ്മുടെ ജോ വീട്ടിലിരിക്കുമ്പോൾ ഈ ഡോർ നല്ലതുപോലെ ആരെ തട്ടുന്നത് പോലെ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ജോ ഓടിച്ചെന്ന് ടിഫിനിയാണെന്ന് വിചാരിച്ചിട്ട് കതക് തുറക്കുമ്പോഴത്തേക്കും വെളിയിൽ ആരെയും കാണുന്നില്ല. ഇത് കൂടിയാവുന്നത് അവൾ പെട്ടെന്ന് പേടിച്ച് ആ ഒരു ഡോർ അങ്ങ് അടച്ചിട്ട് അലാറം സിസ്റ്റം ആ പാസ്വേഡ് ഉണ്ടല്ലോ അത് വീണ്ടും അടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നു. ചിലപ്പോൾ നേരത്തെ വിളിച്ചവനായിരിക്കും എന്ന് വിചാരിച്ച് അവൾ ചെന്ന് ഫോൺ എടുത്ത് ഹലോ വയ്ക്കുമ്പോൾ മറുവശത്ത് നിന്ന് ഹലോ എന്ന് സംസാരിക്കുന്നത് അത് വേറെ ആരുമല്ല, ബോബിയാണ്. ബോബി, നീയാണോ ഇത്ര നേരം എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അതൊന്നും സംസാരിക്കാതെ? സത്യം പറയും, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ബോബി പറയും, അല്ല ഒരു തവണ നിന്നെ വിളിച്ച് തെറി പറഞ്ഞത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്, അതിനുശേഷം ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു ഫോണിന്റെ സിഗ്നൽ കട്ടായിട്ട് ഇപ്പോൾ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കാണ് അവളുടെ കയ്യിലുള്ള ഒരു ഫോണിൽ ടിഫിനി ഉണ്ടല്ലോ അവൾ വിളിക്കുന്നു. കാരണം കോളർ ഐ ഡിയിൽ അവളുടെ പേരുണ്ട്. അപ്പോഴാണ് ജോ, ഹേയ് ടിഫിനി, ഇത് നീയാണോ? നീ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണോ? കോളർ ഐ ഡിയിൽ നിന്റെ പേര് ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും മറുവശത്ത് നിന്ന് സംസാരിക്കുന്നവൻ പറയും, ഞാൻ ഒരിക്കലും ടിഫിനി അല്ല എന്ന് ഒരാണിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അപ്പോൾ ജോ വിചാരിക്കും ചിലപ്പോൾ നേരത്തെ ബോബി പറഞ്ഞതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട് കോടിയായിരിക്കും ഇവളെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ പറയും, കോടി എന്തായാലും ബോബിനോട് കാര്യം പറഞ്ഞു, അതുകൊണ്ട് നീ കളിക്കുന്നതെന്ന് നിർത്ത് എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, ഏത് കോടി? ഞാൻ കോടിയല്ല എന്നിങ്ങനെ പറയാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ഫോണ് പെട്ടെന്ന് കട്ടാവുന്നതും ജോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ സ്കാർലറ്റിനെ വിളിക്കാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിൽക്കുന്നു. കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സിഗ്നൽ കട്ടായിട്ട് അവർക്കും ഇപ്പോൾ സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ജോ അവളുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വീട്ടിലെ ഓണർ ഉണ്ടല്ലോ അവരെ വിളിക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും അവരാരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവസാനം അവൾ നേരെ പോലീസിനെ വിളിക്കുന്നു. പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ കാര്യം പറയും. ഇതുപോലെ ഓരോ 15 മിനിറ്റിനിടയ്ക്കും എനിക്കൊരു കോള് വരുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എതിർവശത്തുള്ള ആള് ഒരിക്കലും എന്നോട് സംസാരിക്കുന്നില്ല.
അതുപോലെ ഞാനാണെങ്കിൽ ഇതുപോലെ ബേബി സിറ്ററായിട്ട് ഒരു വീട്ടിലിരിക്കുകയാണ്. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ പോലീസ് ചോദിക്കും, ശരി നിങ്ങളെ ഫോണിൽ വിളിച്ച ആൾ ഭീഷണിപ്പെടുത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ പണം ചോദിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ജോ പറയും, ഇല്ല അങ്ങനെയൊന്നുമില്ല, അയാൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ റോസ് എന്ന് പറഞ്ഞ ആ ജോലിക്കാരിയുടെ കാറ് വെളിയിൽ തന്നെ കിടപ്പുണ്ട്. ഇത് കാണുമ്പോൾ ഓ ജോലിക്കാരിയായിട്ടുള്ള റോസ് ഈ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. ശരി എന്തായാലും ഞാൻ അവൾ എവിടെയാണെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയും, ഓക്കെ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവർ ഫോണും കട്ട് ചെയ്യുന്നു. അങ്ങനെ ജോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ മൊബൈലിലേക്ക് ലാൻഡ് ഫോൺ വഴി ഇങ്ങനെ വിളിക്കുകയാണ്. വിളിച്ചു നോക്കുമ്പോഴത്തേക്കും ഫോൺ എവിടെ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അതേതൊരു റൂമിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ജോ അതിനകത്തേക്ക് നടന്ന് കയറുന്നതും ഇപ്പോൾ ഫോണ് മാത്രമേ അവിടെയുള്ളൂ, പക്ഷെ റോസിനെ അവിടെ കാണുന്നില്ല. പെട്ടെന്നാണ് അവളുടെ പിറകിൽ എന്തോ ഒരു രൂപം നിൽക്കുന്നത് പോലെ. അവൾ അങ്ങനെ പേടിച്ച് തിരിയുന്നതും അതൊരു ഡ്രസ്സായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും അതേ കോൾ തന്നെ വരുന്നു. അവളുടെ അടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഹലോ എന്ന് പറയുമ്പോൾ, നീ ഇത്രയും നേരമായിട്ട് ആ വീടിനകത്തുണ്ടായിരുന്നല്ലോ, പക്ഷേ കുട്ടികൾ എന്ത് ചെയ്തതെന്ന് ഇതുവരെ നോക്കിയില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജോ നല്ലതുപോലെ ടെൻഷൻ അടിക്കുന്നുണ്ട്. കാരണം അടുത്ത് നിന്ന് ഒരാൾ ഈ വീടിനകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. അങ്ങനെ ജോ നേരെ ഫോൺ അവിടെ വെച്ചിട്ട് നേരെ കുട്ടികളുള്ള ആ ഒരു മുറിയുണ്ടല്ലോ അവിടേക്ക് ചെന്ന് കുട്ടികളുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും നല്ലതുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ജോയ്ക്ക് ഇതിന് സമാധാനമാവുന്നത്. അങ്ങനെ ഡോറ് അടച്ച് പതിയെ വെളിയിലേക്ക് വന്നിട്ട് ആ ഫോണുള്ള സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നു. എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ അവൻ പറയുന്നത് കുട്ടികളിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതും ഇത് കേട്ട ജോ പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ആ വീട്ടിലെ കർട്ടൻ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് ഇടുകയാണ്. കാരണം വെളിയിൽ നിന്ന് ആരെങ്കിലും ഈ കാര്യം കാണുന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അവൾ നേരെ സോഫയുടെ അടുത്തേക്ക് വന്നിരുന്ന് വീണ്ടും പേടിച്ച് പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ കാര്യം പറയും, നേരത്തെ എന്നെ ഒരാളെ വിളിച്ചെന്ന് പറഞ്ഞതില്ലേ, അയാളിപ്പോൾ വീടിന് വെളിയിൽ നിന്നെല്ലാം കാണുന്നുണ്ടെന്ന് തോന്നുന്നു, അതുപോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ പോലീസ് പറയും, നിങ്ങളുള്ള വീട്ടിലെ സെക്യൂരിറ്റി അലാറം സിസ്റ്റം അല്ലേ, അത് ഓണാക്കി വെച്ചാൽ മതി, ഏതെങ്കിലും റൗഡികളായിരിക്കും ഇതുപോലെ എല്ലാം ചെയ്യുന്നത്. അതുമല്ല അടുത്ത തവണ അവൻ നിന്നെ വിളിക്കുവാണെങ്കിൽ ഏകദേശം 1 മിനിറ്റോളം അവനോട് സംസാരിക്കാൻ ശ്രമിക്കുക. ആ സമയം കൊണ്ട് അവൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുമല്ല അടുത്ത 20 മിനിറ്റിനകം ഞങ്ങൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അഡ്രസ്സും വാങ്ങി പോലീസുകാർ ഫോൺ കട്ട് ചെയ്യുന്നതും ഫോൺ കട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ആ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുണ്ടല്ലോ അയാള് ജോയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു 60 സെക്കൻഡ് ഉണ്ടല്ലോ അവനോട് സംസാരിക്കാൻ വേണ്ടി ജോ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിലോ ഒന്നും മിണ്ടാതെ ഇതിന് മുന്നേ എല്ലാം വിളിക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ജോ സംസാരിച്ച് ആ ജനാല വഴി നോക്കുമ്പോഴത്തേക്കാണ് ഗസ്റ്റ് ഹൗസിൽ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്, ആരോ ജനാലയുടെ അടുത്തോടെ നടക്കുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ജോ വിചാരിക്കും ഇനിയിപ്പോൾ ഇവരുടെ ഈ ഓണറിന്റെ പയ്യനുണ്ടല്ലോ അയാൾ വരുമെന്ന് പറഞ്ഞിരുന്നു, അവനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ നമ്പർ കണ്ടുപിടിച്ച് അവനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളൊരു വോയിസ് മെസ്സേജ് അയക്കും, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീട്ടിൽ ആരോ വിളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പോലീസിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടേക്ക് വന്ന് നോക്കാൻ കഴിയുമോ എന്നാണ് ആ വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പക്ഷെ അവൻ മറുപടി പറയാത്തത് കൊണ്ട് തന്നെ ഇതെന്തായാലും ശരിയാവത്തില്ല, അവനോട് നേരിട്ട് പോയി പറയാമെന്നും പറഞ്ഞ് ജോ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അതുപോലെ അവളുടെ കയ്യിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടോർച്ചും അതേപോലെ തന്നെ ഒരു കമ്പി ഇരിപ്പുണ്ട്. അങ്ങനെ അതും എടുത്ത് ആ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. വെളിയിലാണെങ്കിൽ നല്ലതുപോലെ കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ ഓടി ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടുത്തെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇത്രയും നേരം ആ ജനാലയിലൂടെ ആരും നടക്കുന്നത് പോലെ കണ്ടിരുന്നല്ലോ, പക്ഷെ ഇപ്പോൾ വീടിൻ്റെ അകത്ത് ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ഈ ഗസ്റ്റ് ഹൗസിലുള്ള ഫോണിൽ ആ ഓണറിന്റെ പയ്യൻ ഇതുപോലെ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് മെസ്സേജ് ഇങ്ങനെ വരുന്നതും ഇതുകൂടി കണ്ട് ജോ നല്ലതുപോലെ പേടിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഗസ്റ്റ് ഹൗസിലുള്ള ആ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അപ്പോഴും അവൾ ഇതുപോലെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ഇതുപോലെ നീ ആരാ, നിനക്ക് എന്താ വേണ്ടത്, നീ എന്തായാലും എന്നെ കണ്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കുറേ നേരം ഒരു 60 സെക്കൻഡോളം അവരോട് ഇങ്ങനെ സംസാരിച്ച് കഴിയുന്നതും അവൾക്ക് സമാധാനമായി. കാരണം എന്തായാലും പോലീസ് ഇവനെ കണ്ടുപിടിക്കുമല്ലോ. ആ സമാധാനത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു പ്രശ്നമുണ്ട്. ഇത്രയും നേരം അവൻ ഗസ്റ്റ് ഹൗസിലെ ഫോൺ നമ്പറിലാണ് വിളിച്ചിട്ടുള്ളത്, പക്ഷേ അവരുടെ വീട്ടിലെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മാത്രമേ പോലീസിന് അത് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരിച്ച് ആ വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് റോസ എന്ന് പറഞ്ഞ ആ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ അവളുടെ റൂമിൽ അവളെ കാണുന്നതും ഓക്കെ അവളവിടെ ഉണ്ടാവും, അവളോട് പോയി സഹായം ചോദിക്കാന്ന് പറഞ്ഞ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അങ്ങനെ നല്ല വേഗതയിൽ ഓടുകയാണ്. ആ കീ ഇങ്ങോട്ട് ഓടി ഇവരുടെ വീടിനടുത്തേക്ക് വന്നിട്ട് ആ വീടും തുറന്ന് അങ്ങനെ അകത്തേക്ക് കയറി പെട്ടെന്ന് ഡോർ അടച്ചിട്ട് നേരെ ആ വീടിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് റോസയെ വിളിച്ച് സഹായം ചോദിക്കാന്ന് പറഞ്ഞ് അവളുടെ റൂമിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അയാൾ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ജോ എടുത്ത് സംസാരിച്ചാണ് പറയുന്നത്, ഇത് നീയാണെന്ന് എനിക്കറിയാം, നീ ഇപ്പോൾ ലൈനിൽ എന്നോടൊപ്പം ഉണ്ടെന്നും എനിക്കറിയാം, കാരണം നീ ശ്വസിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയും. ഞാൻ കുറച്ചു നേരം മാത്രമേ ഈ വീട്ടിലുണ്ടാവൂ, കാരണം ഉടനെ തന്നെ പോലീസ് ഇവിടേക്ക് വരും, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ ഓണർമാർ ഇവിടേക്ക് വരും, നിനക്കിപ്പോൾ എന്താ എന്നിൽ നിന്ന് വേണ്ടത് എന്ന് ഒരുപാട് തവണയായിട്ട് ഹീറോയിൻ ഇങ്ങനെ ചോദിക്കുന്നതും അവസാനം അവൻ മറുപടി പറയാണ്, നിന്റെ രക്തം എന്റെ ശരീരം മുഴുവൻ എനിക്ക് വേണം എന്നിങ്ങനെ പറയുന്നതും ഇത് കേട്ട ജോ നല്ലതുപോലെ പേടിക്കാൻ തുടങ്ങാണ്.
എന്നിട്ട് പതിയെ റോസ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണല്ലോ അവരുടെ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ ബാത്റൂമിൽ ആരോ കുളിക്കുന്ന ശബ്ദം. പതിയെ ബാത്റൂമിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആരെ കാണുന്നില്ല. അപ്പോഴേക്കാണ് പെട്ടെന്ന് വീണ്ടും അവനിങ്ങനെ വിളിക്കുന്നത്. ജോ വിചാരിക്കും അവനാണെന്ന് വിചാരിച്ചിട്ട് ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അത് പോലീസായിരുന്നു. ഹേയ് ജോ, നീ പറഞ്ഞ ആ നമ്പർ ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്, അത് എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? വീടിനകത്ത് നിന്നാണ് എന്ന് പറയുന്നതും ആഹാ എങ്ങനെ ഉണ്ടാവും. നല്ലതുപോലെ കേട്ടോ, നീ നിൽക്കുന്ന ആ വീടിനകത്താണ് ആ ഒരാൾ നിൽക്കുന്നതെന്ന് പറയുന്നതും ഇത് കേട്ട ജോയുടെ കയ്യിൽ നിന്നും അവളുടെ ഫോണങ്ങ് താഴെ വീഴും. കാരണം അത്രയും പേടിയുണ്ട്. എന്നിട്ട് ആ റൂമിനകത്ത് നിന്നും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവളുടെ സുഹൃത്ത് ടിഫിനി ഉണ്ടല്ലോ അവള് വീടിനകത്ത് മരിച്ചു കിടക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ജോ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ആ ഒരു കുട്ടികളുള്ള മുറിയുണ്ടല്ലോ അവിടേക്ക് ഓടി ചെല്ലും. എന്നിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും കുട്ടികൾ ആ കട്ടിലില്ല, പകരം അവിടെ തലയണ മാത്രമേ ഉള്ളൂ. ഇവരെവിടെ പോയെന്ന് പറഞ്ഞ് എന്തോ ഒരു സംശയം കാരണം അടുത്തുള്ള വലിയൊരു പെട്ടിയുണ്ട്. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് കുട്ടികൾ രണ്ടും അതിനകത്ത് പേടിച്ചിരിക്കുന്നു. അപ്പൊ അവരോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം, ഞാനാണ് നിങ്ങളുടെ ബേബി സിറ്റർ. ഇവരെല്ലാവരും അവിടെ നിന്ന് ഡോറിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെയാണെങ്കിലോ ടേബിൾ വെച്ചിട്ട് ആ ഒരു ഡോറ് അടച്ചു വെച്ചേക്കുന്നു. ഇതെന്താ സംഭവിച്ചെന്നറിയാതെ അവള് പതിയെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് കറുത്ത ഡ്രസ്സെല്ലാം ഇട്ട് ഒരുത്തൻ അതിന് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ തന്നെയാണ് ആ സൈക്കോ. അങ്ങനെ ഇവര് മൂന്നുപേരും അത് കണ്ട് പേടിച്ചിട്ട് അടുത്തുള്ള ആ ഒരു ചെറിയ ജനാലയുണ്ട് അതുവഴി ആ ഒരു കോട്ടിയാട് ഗാർഡൻ ഉണ്ടല്ലോ അവിടേക്ക് ഇറങ്ങും. അങ്ങനെ മൂന്നുപേരും അവിടേക്ക് ഇറങ്ങുന്നത്. ആ സൈക്കോ ആണെങ്കിലോ ഈ ഡോർ ചവിട്ടി തുറന്നിട്ട് വെളിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുട്ടികളാണെങ്കിൽ രണ്ടുപേരും പേടിച്ചുപോയി. അവർ നല്ലതുപോലെ കരയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇതിനു മുന്നേ ഒരു പെണ്ണിനെ ആ സൈക്കോ കൊന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ കുട്ടികളെയും അവൻ അതുപോലെ കൊന്നു കഴിഞ്ഞാല് അങ്ങനെ ഇവർ നിൽക്കുമ്പോഴത്തേക്കാണ് അതിനടുത്തായിട്ട് ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അതിന് മുന്നിലായിട്ട് ഈ സൈക്കോ വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പൊ കുട്ടികൾ ഇത് കണ്ട് കുറച്ചുകൂടി പേടിച്ച് കരയുന്നതും ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും ആ ഒരു വെള്ളം വന്ന് വീഴുമല്ലോ അതിന്റെ സ്വിച്ച് അവിടെ ഉണ്ടായിരുന്നു. അത് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു വെള്ളം ഇങ്ങനെ നല്ലതുപോലെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ഈ കുട്ടികളെ രണ്ടുപേരെയും പതിയെ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ഒളിപ്പിച്ചങ്ങിരുത്തും. എന്നിട്ട് അവളാണെങ്കിലോ അടുത്തായിട്ട് ചെറിയൊരു കുളം ഉണ്ടല്ലോ അതിലേക്ക് ഇറങ്ങി അതിന്റെ മുകളിലോട്ട് ചെറിയൊരു പാലമുണ്ട് അതിനടിയിലായിട്ട് വന്നിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സൈക്കോ ഈ കുളത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അവള് ശ്വാസം പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ മുങ്ങുന്നുണ്ട്. അങ്ങനെ മുങ്ങുമ്പോഴത്തേക്കാണ് റോസ എന്ന് പറഞ്ഞ ആ ഒരു ജോലിക്കാരി ആൾറെഡി തന്നെ ആ സൈക്കോ കൊന്ന് കുളത്തിനടിയിൽ മുക്കി വെച്ചേക്കാണ്. അതുകൂടി കണ്ട് ഹീറോയിൻ അങ്ങനെ പേടിച്ചു നിൽക്കും. അത് കണ്ടിട്ട് അവൾ വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ സൈക്കോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഇവരെവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ഒരു വാട്ടർ സ്പ്രേ ചെയ്യുന്നത് അതിന്റെ ടൈം അവസാനിക്കാറായി. ആ ഗ്യാപ്പിൽ കുട്ടികൾ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഡോറിനടുത്തേക്ക് മെയിൻ ഡോറിനടുത്തേക്ക് ഇങ്ങനെ ഓടാണ്. അപ്പോഴേക്ക് ഇവിടെയാണെങ്കിലോ നമ്മുടെ ജോ ഒളിച്ചിരിക്കുന്ന കാര്യം ആ സൈക്കോ കണ്ട് പെട്ടെന്ന് അവളെ പിടിക്കാൻ വേണ്ടി അതിന് മുകളിൽ കിടന്നിട്ട് അവളുടെ തലയിലേക്ക് ഇങ്ങനെ പിടിക്കുന്നതും അവളാണെങ്കിലോ സൈക്കോയെ പിടിച്ച് വെള്ളത്തിലേക്ക് അങ്ങിടും. എന്നിട്ട് ഇവര് രണ്ടുപേരും ആ വെള്ളത്തിൽ കടന്ന് കുറച്ച് പിടിയും വലിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോ എങ്ങനെയെങ്കിലും മുകളിലേക്ക് നീന്തി കയറി അവൾ ആ ഡോറിനടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോഴേക്കും തന്നെ അവളുടെ പിറകെ ഓടി വന്ന സൈക്കോ അവളുടെ മുടിയിലേക്ക് പിടിച്ച് അങ്ങനെ വലിക്കുന്നതും ഈ ഡോർ അടയുമ്പോൾ മുടിയാണെങ്കിലോ ഡോറിനിടയിൽ കുരുങ്ങിപ്പോയി. അങ്ങനെ ഒരു വിധത്തിൽ തന്റെ മുടിയും വലിച്ചെടുത്ത് അവൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഡോർ അടഞ്ഞു. അങ്ങനെ അകത്തേക്ക് ഓടി വന്ന് കുട്ടികൾ എവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് കഴിയുമ്പോൾ ആ ഗാർഡനിൽ പറന്നുകൊണ്ടിരുന്ന കിളികളെല്ലാം അകത്തേക്ക് പറന്നു വരുന്നു. ഇതെങ്ങനെയെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അതിനകത്തുള്ള ആ ഒരു കറുത്ത പൂച്ചയുണ്ടല്ലോ അത് അതിന്റെ ഗ്യാപ്പിൽ ഈ കിളികളെ പിടിച്ച് തിന്നാണ്. അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലായി ഈ ഗ്ലാസ് പൊട്ടിയിട്ട് കിളികൾ അകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ സൈക്കോ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ജോ എങ്ങനെയും കുട്ടികളെ രണ്ടുപേരും കണ്ടുപിടിച്ചിട്ട് അവരെ രണ്ടുപേരും വിളിച്ച് മെയിൻ ഡോറിനടുത്തേക്ക് ഓടാണ്. ഓടി വന്ന ആ ഒരു ഡോർ തുറന്ന് ഇവരെ രണ്ടുപേരും പുറത്തേക്കാക്കുന്നത്. അവള് വെളിയിലേക്ക് ഇറങ്ങാൻ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ സൈക്കോ വന്ന് ജോയെ വലിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഡോറും അടഞ്ഞു. എന്നിട്ട് അവളെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി ഇപ്പോ ജോയെ എടുത്തിട്ട് ഇടിക്കുകയാണ്. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ ഒക്കുന്ന രീതിയിൽ അവനോട് ഫൈറ്റും ചെയ്യുന്നുണ്ട്. അവസാനം അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ടിഫിനി ഉണ്ടല്ലോ അവള് കുടിക്കാനായിട്ട് ഒരു മദ്യം എടുത്ത് അവിടെ വെച്ചിരുന്നു. അതങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ഒറ്റ ഈറ അതെടുത്ത് അത് വന്ന് താഴെ വീഴുന്നതും അവിടെ കത്തിക്കൊണ്ടിരുന്ന തീ വന്നതിലേക്ക് പിടിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് ആ സൈക്കോ അതിന്റെ പവറിൽ തെറിച്ചങ്ങ് പോകും. അതുമല്ല ജോയുടെ കയ്യിൽ നല്ല മൂർച്ചുള്ളൊരു കമ്പി എടുത്ത് വെച്ചിരുന്നല്ലോ അതെടുത്ത് സൈക്കോയുടെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത് അങ്ങനെ തന്നെ വേണം. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റി അങ്ങനെ നല്ല വേഗതയിലോടാണ് എങ്ങനെയെങ്കിലും ഡോറിന് വെളിയിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഓടി വന്ന് ഡോറും തുറന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഒരുത്തനെ വന്ന് ഇടിക്കാണ്. അത് വേറെ ആരുമല്ല, പോലീസുകാരൻ. അങ്ങനെ പോലീസിനെ കണ്ട് പേടിച്ച് അവൾ അവിടെ നിന്ന് അവസാനം പോലീസുകാരെല്ലാം ഇവിടെ വന്നതുകൊണ്ട് തന്നെ അവളെ എന്തായാലും രക്ഷപ്പെടുത്തി. പക്ഷേ ആ പേടിയിൽ നിന്ന് ഒരിക്കലും ജോ പുറത്തു വന്നിട്ടില്ല. അവളിങ്ങനെ പേടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പോലീസുകാർ ഈ സൈക്കോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കാറിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് അവന്റെ മുഖം നമുക്ക് കാണിച്ചു തരുന്നത്. സത്യം പറയാലോ അസല് സൈക്കോ തന്നെ. അതുമല്ല അവനാണെങ്കിൽ ജോയെ നോക്കുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലാതെ വെറുതെ വിടത്തില്ല എന്നുള്ള രീതിയിൽ. ഇതുകൂടിയാവുന്നത് ജോയ്ക്ക് കുറച്ചുകൂടി പേടി കൂടിയതേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ജോ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവള് ഹോസ്പിറ്റലിലാണ്. അതുപോലെ ഒരു ബലൂൺ പൊട്ടുന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറക്കുന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ ഈ എമർജൻസി അലാറം സ്വിച്ച് ഉരിപ്പുണ്ട്. അപ്പൊ അതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നേഴ്സുമാരും വരുന്നില്ല. ചേട്ടാ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇനിയിപ്പോ വർക്ക് ചെയ്യുന്നില്ലേ എന്നറിയാൻ വേണ്ടി അവൾ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലിനുള്ളിൽ ഒരു ഒറ്റ മനുഷ്യനെ പോലും കാണാനില്ല. അപ്പോഴാണ് റൂമിനകത്തുള്ള ആ ഫോൺ ഉണ്ടല്ലോ അത് പിന്നെ റിങ് ചെയ്യുന്നു.
അങ്ങനെ അവള് റൂമിനകത്തേ കയറി വരുമ്പോ അതങ്ങ് കട്ടാവുന്നുണ്ട്. ഓ സമാധാനായെന്ന് പറഞ്ഞിട്ട് അവൾ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ പിറകില് ആ സൈക്കോ നിന്ന് അവളുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റപ്പിടി. അവൾ അലറി വിളിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ ഇപ്പൊ ഒരു കുഴപ്പമില്ല, അവള് ഹോസ്പിറ്റലിൽ ആ ഒരു ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതെല്ലാം അവൾക്ക് തോന്നിയ കാര്യങ്ങളാണ്. ആ ഒരു സംഭവം നടന്നതിന് ശേഷം അത് അവളെ മെന്റലി നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അവൾ വിചാരിച്ചതുപോലെ ആ ഒരു സൈക്കോ ഒരിക്കലും പുറത്തേക്കും വന്നിട്ടില്ല എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു മൂവി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.